ഇന്ന് ന്യൂസ് ഞാൻ കണ്ട് ഒരു 26 വയസ്സായ കുട്ടി ആരതി എന്ന് പറഞ്ഞ കുട്ടി ആത്മഹത്യ ചെയ്തത്. അപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഈ അനുഭവത്തിലൂടെ വന്നൊരു വ്യക്തിയാണ്. ഈ ഈ അനുഭവത്തിലൂടെ വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തൂടെ? എല്ലാ അച്ഛനും അമ്മമാർക്കും ചെയ്തൂടെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്താ മക്കൾ വീട്ടിൽ വന്നിരുന്നാൽ നിങ്ങൾക്ക് സമൂഹത്തിൽ എന്താ നഷ്ടപ്പെടുക? നിങ്ങളുടെ ഇമേജാണോ, അല്ലെങ്കിൽ നിങ്ങളെ വേറെ എന്തെങ്കിലും ആണോ, സ്വത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ നിങ്ങൾക്ക് നഷ്ടപ്പെടുക? നിങ്ങൾക്ക് ഏറ്റവും വലുത് നിങ്ങളെ മക്കളല്ലേ. ആ മക്കൾ കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് സ്വത്തും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് രക്ഷിതാക്കളോടാണ് ചോദിക്കാനുള്ളത്. വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊരു പ്രശ്നം വന്ന് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോരാൻ പറഞ്ഞൊരു വ്യക്തിയാണ് എൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത മാതിരി എല്ലാ അച്ഛനും അമ്മയ്ക്കും ചെയ്താൽ എന്താ? ചെയ്തുകൂടെ? എന്താ ഞാൻ ചോദിക്കുന്നത്? എന്താ ചെയ്താൽ സമൂഹത്തിൽ വിലയും നിലയും അല്ലെങ്കിൽ സമ്പത്ത് പോവോ, അല്ലെങ്കിൽ നിങ്ങളെ വേറെ എന്താണ് ഒരു ഫംഗ്ഷന് കൂട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക എന്തെങ്കിലും ചെയ്യുമോ? എൻ്റെ അച്ഛനും അമ്മേനെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ വന്ന അന്ന് മുതൽ എല്ലാ ഫംഗ്ഷനും പോകും, എല്ലാ പരിപാടിക്കും, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവരെ വന്ന് വിളിക്കും, കാര്യങ്ങൾക്കൊക്കെ പോകാറുള്ളതാണ്. എൻ്റെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പേടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണ എന്തെങ്കിലും ഉണ്ടോ? രക്ഷിതാക്കളോട് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാരായി ഇങ്ങനെ മരിക്കുന്നത്, കുറേ ആൾക്കാർ ഇങ്ങനെ ആത്മഹത്യ ചെയ്യണത് ഞാൻ ന്യൂസിലൊക്കെ ഇങ്ങനെ കേട്ടു. പക്ഷേ എനിക്ക് വിഷമം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. എന്താ വെച്ചാൽ കൈ കൂമ്പി പറയുകയാണ് ഞാൻ. എല്ലാ രക്ഷിതാക്കളും മക്കൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അവരോട് എന്താണ് കാര്യങ്ങൾ, നിൽക്കാൻ പറ്റില്ല. നിങ്ങളെ വിളിക്കുന്നത് അത്രയും സഹിച്ച് ക്ഷമ കെട്ടിട്ടാവും നിങ്ങളെ വിളിക്കുന്നുണ്ടാവും. നിങ്ങളൊരു നല്ല അനുകൂലമുള്ള ഒരു മറുപടി പറയാൻ കാത്തിരിക്കുക കുട്ടികൾ, അത് കേൾക്കാൻ കാത്തിരിക്കുന്നവരാവും. ഞാൻ ആ സ്റ്റേജിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ്, എനിക്കറിയാം. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ അച്ഛനും അമ്മയുടെ ഒരു വാക്കും മറ്റുള്ളൊരു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ പൊതുവേ നമുക്ക് ഇതായതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ വിളിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ അച്ഛനും അമ്മയും നമ്മളോട് എന്താ പറയേണ്ടത്? അങ്ങോട്ട് പോരെ മക്കളെ, അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ലെങ്കിൽ പോരെ, ബാക്കി കാര്യങ്ങളും പിന്നെ നോക്കാം എന്നല്ല പറയേണ്ടത്. എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ചെയ്തത്. എൻ്റെ അച്ഛനും അമ്മയും എന്താ പറഞ്ഞത്? നിൽക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ മോൾ ഇറങ്ങിപ്പോരെ, ബാക്കി കാര്യം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞതാണ്. എനിക്ക് എല്ലാ രക്ഷിതാക്കളോടും പറയാനുള്ളത്, മക്കൾക്ക് പറ്റാത്തതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. ഒന്ന് അറ്റ്ലീസ്റ്റ് ആ കോൾ എടുത്തിട്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ എന്നും വിളിക്കും എന്നും വിളിച്ചിട്ട് നിങ്ങളോട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ദിവസം പറയുന്നുണ്ടാവും. അച്ഛന്മാരോട് വിളിച്ചിട്ടില്ലെങ്കിൽ അമ്മമാരോട് വിളിച്ച് കാര്യങ്ങൾ പറയും. ഞാൻ എൻ്റെ അമ്മനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഭർത്താവിൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നും വിളിച്ച് പറയായിരുന്നു. അപ്പോൾ അച്ഛന്മാരെക്കാളും കൂടുതൽ അമ്മമാർക്കറിയാം. അപ്പോൾ അമ്മമാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അച്ഛന്മാരെ. സമൂഹം നോക്കി നിന്നാൽ സ്വന്തം കുട്ടീനെ കണ്ട് നഷ്ടപ്പെടും. കാലാകാലം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ നിങ്ങളെ മകളെ നഷ്ടപ്പെടുക, മകളെ നഷ്ടപ്പെടും. ആ തീരാ ദുഃഖം നിങ്ങൾ മരണം വരെ ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും മക്കളെ മരണത്തിന് വിട്ടുകൊടുക്കരുത്. നാട്ടുകാരെന്ത് പറയും അല്ലെങ്കിൽ വീട്ടുകാരെന്ത് പറയും, മറ്റുള്ളവരെന്ത് പറയും എന്ന് വിചാരിക്കരുത്. നമുക്ക് എന്താ പറയുക, ചിലർക്ക് ചില അച്ഛനും അമ്മയ്ക്കും കുറേ കുറേ കല്യാണം കഴിഞ്ഞിട്ടാവും കുറേ കഴിഞ്ഞിട്ടാവും കുട്ടികളുണ്ടാവുക. ചിലപ്പോൾ ആ കുട്ടികൾക്കാവും ഇങ്ങനെ ഒരു പ്രശ്നം വരിക. അപ്പോൾ നിങ്ങൾക്ക് ആ കുട്ടി ഉണ്ടാവാനും ആ കുട്ടിക്ക് കാര്യങ്ങൾ ചെയ്തതും ഒക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് ആ കുട്ടീനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ഒന്ന് തിരിച്ചു വിളിച്ചുകൂടെ? നിങ്ങൾക്ക് എല്ലാ രക്ഷിതാക്കളോടും ഞാൻ പറയാം, ഒന്ന് തിരിച്ചു വിളിച്ചുകൂടെ? ഈ വീഡിയോ കാണുന്ന ഈ ആരായാലും ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും മരണം ഒരു പരിഹാരമല്ല. ഇന്ന് ഞാൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് നിങ്ങളെ മുന്നിലിരുന്ന് ഈ വീഡിയോ ചെയ്യാൻ പറ്റൂല. മനസ്സിലായ? ഞാനും ഒരുപാട് അനുഭവിച്ച് ഒരുപാട് സ്റ്റേജിലൂടെ വന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എല്ലാ രക്ഷിതാക്കളോടും എല്ലാ ആൾക്കാരോടും ഈ കാണുന്ന ചേച്ചി ചേട്ടന്മാർ എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത്. അവരത്രയും ബുദ്ധിമുട്ടിയിട്ടാവും നിങ്ങളെ വിളിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ടാവുക. ഒരു മിക്കവാറും ഫ്രണ്ട്സ് നമുക്ക് സപ്പോർട്ടാവും. പിന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മളച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ വേറെ വീട്ടിൽ പോയി നിൽക്കുന്നത് ശരിയല്ല. നമ്മളച്ഛനും അമ്മയാണ് വിളിക്കേണ്ടത്. ഫ്രണ്ട്സ് നമ്മളെ കട്ടൊക്കെ ഉണ്ടാവും. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കൂടെ.
എനിക്കൊരു സംഭവം വന്ന് ഈ നിമിഷം വരെ എനിക്ക് അവരുണ്ട്. എന്തിനും ഏതിനും ആ കൂട്ടുകാരന്മാരും കൂട്ടുകാരത്തികളും എനിക്ക് ഉണ്ട് ഇപ്പോഴും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അവരൊന്ന് തിരിച്ചു വിളിക്കുക, അവർ പുതിയ ജീവിതത്തേക്ക് വരും. അപ്പോൾ അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുക. എന്താണ് ആത്മഹത്യ ചേച്ചിമാരോടായാലും ഈ ചെയ്യുന്ന ചേട്ടന്മാരോടായാലും എനിക്ക് പറയാനുള്ളത്, ഒന്നുമല്ല. ഇതൊക്കെ നിങ്ങൾ ഇപ്പം ചെയ്തു പോവും. കണ്ണ് പോയാലേ കണ്ണിൻ്റെ വില അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് പോയാലേ ഇതിൻ്റെ വില അറിയുള്ളൂ. അതിൽ ചിലപ്പോൾ ലഹരിയിലാവും, അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും ആവും നിങ്ങളത് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടോ, അല്ലെങ്കിൽ കാമുകിര, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഇതൊന്നും ആവില്ല. നിങ്ങൾക്ക് 10-20 വയസ്സ് വരെ അച്ഛനും അമ്മയും വളർത്തി എന്താ പറയുക, ഒരു താലി കെട്ടി കൈ പിടിച്ച് തരുമ്പോൾ അതൊരു ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ നിങ്ങളെ കൈ പിടിച്ച് തരുന്നത്. അതില്ലാതാക്കരുത്. അഥവാ നിങ്ങൾക്കൊരു മക്കളുണ്ടെങ്കിൽ ആ മക്കളെങ്ങനെ വളരുക? നിങ്ങളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അമ്മ നഷ്ടപ്പെട്ട്, ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തെന്ന് വിചാരിക്കുക, അമ്മ നഷ്ടപ്പെട്ട മക്കളെ എങ്ങനെ ജീവിക്കുക? എന്താ പറയുക, അത് എന്താണ്, അമ്മനെ കൊന്ന അതോ ആ പെണ്ണിനെ കൊന്ന ചങ്ങായിയുടെ മോനാണ്, ഇല്ലെങ്കിൽ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് സമൂഹത്തിലുള്ള ഒരു വിലയും നിലയും ഉണ്ടാവില്ല. അതും രക്ഷിതാക്കളെല്ലാവരും ചിന്തിക്കുക. പിന്നെയെന്ന് പറയാനുള്ള ചേച്ചിമാരോട്, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാത്തവരുണ്ടായിരിക്കും, ഒക്കെ ഉണ്ടാവും. പക്ഷേ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ മുഖം ആലോചിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. കുറച്ചൊക്കെ ഒരു 2 വർഷം 3 വർഷമൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ജീവിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കും കുട്ടീനെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ഒരു പരിഹാരമല്ല. എന്ത് ജോലി എടുത്തിട്ടും അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക അവരെ മുന്നിൽ. അതാണ് വേണ്ടത്.